ഈ സന്ദേശം നിങ്ങളെ കുറവ് തീർത്ത് പണിയുന്ന സന്ദേശമാണ്. ഈ സന്ദേശം നിങ്ങളെ തികഞ്ഞവരാക്കുന്ന സന്ദേശമാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രവിക്കുമെങ്കിൽ ഈ വചനം നല്ല നിലത്ത് വീണതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുതുന്ന പകലാണ്. ആർക്കും മായ്ച്ചു കളയാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇത് നിങ്ങളുടെ മാംസപ്പലകയിൽ ഇന്ന് പകലെഴുതും. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രവിക്കുമെങ്കിൽ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് കത്തെഴുതുകയാണ്. കത്തിൻ്റെ രത്നച്ചുരുക്കമെന്ന് പറയുന്നത് ദൈവസഭയിലെ മക്കൾ തികഞ്ഞവരാകണം. കൊലോസി സഭയ്ക്ക് മാത്രമല്ല, ലവദോക്യയിലുള്ള സഭയ്ക്കും. പൗലോസ് പറയുന്നു, ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന സന്ദേശം, തികഞ്ഞവനാക്കുന്ന സന്ദേശം. പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട്. സകലത്തെയും തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ, തൻ്റെ വചനം കൊണ്ട് വഹിക്കുന്നവൻ, എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും മുകളിലിരുന്ന് വാഴുന്നവൻ, ഏഴയായ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടെന്ന്. ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുത്താൽ വിടുതലാണ്. എങ്ങനെയാണ് ദൈവത്തിന് അങ്ങനെയൊക്കെ വരാൻ കഴിയുക? യേശു കർത്താവ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരിക്കുന്നത് കണ്ട്, ഭക്ഷിക്കുന്നത് കണ്ട് പല പരീശന്മാരും പിറുപിറുത്തു. ഇവൻ ദൈവപുത്രനാണെങ്കിൽ ഇവൻ പാപികളോടുകൂടി ഇരിക്കുന്നത് എന്താണ്? യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല തേടി വന്നത്, ഞാൻ പാപികളെ തേടിയാണ് വന്നത്. ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് പാപിയെ തേടിയാണ്. കാണാതെ പോയ ആട് പാപിയാണ്. പാപിയായ മനുഷ്യരെ തേടിയാണ് ദൈവപുത്രൻ വന്നത്. യേശുക്രിസ്തു നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ പാപത്തെയും മരണത്തെയും ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഇന്ന് പകൽ നിങ്ങളെ തൻ്റെ വിശുദ്ധ മന്ദിരമാക്കി തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ അവൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് വാഴുവാൻ നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുകയാണ്. നിങ്ങൾ യേശുവിനെ തിരിച്ചറിയുന്നുവോ? രക്ഷകനെ നിങ്ങൾ കാണുന്നുവോ? ദൈവവചനത്തിലൂടെയാണ് നാം യേശുവിനെ കാണുന്നത്. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നെ സഹായിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ഇന്ന് പകൽ നിങ്ങൾ തികഞ്ഞവരാകും. എന്താണ് ഈ സന്ദേശത്തിൻ്റെ പൂർണ്ണത? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ദൈവം നിങ്ങൾക്ക് നിത്യ ജീവൻ നൽകിത്തരും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. നിങ്ങൾ പ്രകാശമുള്ളവരാകും. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമുള്ളവരാകും. നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവുകയാണ്. നിങ്ങൾ വിചാരപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നവരുടെ, ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞവരുടെ കൂട്ടത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. പൂർണ്ണരാക്കുന്ന സന്ദേശം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ദൈവം ഇന്ന് പകൽ നിങ്ങളെ സന്ദർശിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം.
ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.